കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെയും സോക്ക് പിറ്റിന്റെയും പ്ലാസ്റ്ററിംഗ് ആൻഡ് ഫ്ലോറിംഗ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, 8ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. അപ്പം നമ്മുടെ വാളിന്റെ പ്ലാസ്റ്ററിങ്ങും പിന്നെ ഈ ഫ്ലോറിങ്ങും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിഗർ നോക്കുമ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോ, സോക്ക് പിറ്റ് എടുക്കാം. സോക്ക് പിറ്റിന്റെ താഴെ ഇവിടെ കണ്ടോ ബ്രിക്ക് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം ബ്രിക്ക് അഗ്രിഗേറ്റ് ഇങ്ങനെ ബോട്ടം പോർഷനിലും ഉണ്ട്, അതേപോലെ എന്തുണ്ട് ഈ സൈഡിലും, അതേപോലെ ഇവിടെയും കണ്ടോ ബോട്ടം പോർഷനിലും രണ്ട് ഔട്ടർ സൈഡിലും ബ്രിക്ക് അഗ്രിഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഇനി നമ്മൾ എസ്റ്റിമേഷനിൽ ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റി. അപ്പം ഡിസ്ക്രിപ്ഷൻ എഴുതാ 50 mm സൈസ് ബ്രിക്ക് അഗ്രിഗേറ്റ്. അപ്പൊ നമ്മൾ കണ്ടല്ലോ ഔട്ട്സൈഡ് ഓഫ് ദ സോക്ക് പിറ്റിലും അതുണ്ട്, അതേപോലെ തന്നെ ബോട്ടം ഓഫ് ദ സോക്ക് പിറ്റിലും അതുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഔട്ടർ സൈഡ് ഓഫ് ദ സോക്ക് പിറ്റ് എടുക്കാം. ഓക്കെ, ഔട്ടർ സൈഡ് ഓഫ് ദ സോക്ക് പിറ്റിന്റെ ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഔട്ടർ സൈഡ് എന്ന് പറയുമ്പം ഫിഗറിൽ ഇതാണ് കാണിച്ചിരിക്കുന്നത് ബ്രിക്ക് അഗ്രിഗേറ്റ്. അപ്പൊ നമുക്കറിയാലോ സോക്ക് പിറ്റിന് സർക്കുലർ ഷേപ്പ് ആണുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പൊ സർക്കുലർ ഷേപ്പ് ആവുമ്പോൾ തന്നെ അതിന്റെ ആ ലെങ്ത് എന്ന് പറയുന്ന അത് മൊത്തം ഈ ലെങ്ത് ആണ് വേണ്ടത്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പൈ ഇൻറ്റു ഡി. ഓക്കെ, അപ്പോ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇവിടെ സോക്ക് പിറ്റ് സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് തന്നെ ഡി ഡയമീറ്റർ ആണ്. അപ്പൊ ആവശ്യത്തിനുള്ള ഡയമെൻഷൻസ് എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇന്നർ പോർഷൻ 100 ആണ് അതിന്റെ ഡയമീറ്റർ. പിന്നെ അതിന്റെ പുറത്തുള്ള വാൾ ആണിത്. ആ വാളിന്റെ തന്നിരിക്കുന്നത് 20 ആണ് വിഡ്ത്ത്. അതിന്റെയും പുറത്താണ് നമ്മുടെ ബ്രിക്ക് അഗ്രിഗേറ്റ് വരുന്നത്. അതിന്റെ ഡയമെൻഷൻ 15 സെന്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയമീറ്റർ എടുക്കുമ്പോൾ ശരിക്കും അപ്പൊ എന്ത് വേണം, ഈ ഒരു സംഭവത്തിന്റെ ഫുൾ ഡി എടുക്കണം. എങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ ഒരു ബ്രിക്ക് വർക്കിന്റെ എന്താ പറയാ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ ആണ് എടുക്കേണ്ടത്, അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഡയമെൻഷൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇന്നർ സൈഡ് 100 ആണ്, 100 പ്ലസ് പിന്നെ എന്തുണ്ട് ഈ രണ്ട് സൈഡിലും 20 വെച്ചുണ്ട്. അപ്പൊ എത്രയായി 40. അപ്പം 140 ആയി ഇവിടെ വരെ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. അപ്പൊ നമ്മൾ മുമ്പത്തെ സ്റ്റെപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് ഐറ്റത്തിന്റെ ഡയമീറ്റർ ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മീൻ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ സൈഡിലും 15 ഉണ്ട്, ഈ സൈഡിലും 15 ഉണ്ട്, മൊത്തം 30. അപ്പൊ അതിന്റെ മീൻ എന്ന് പറയുമ്പോൾ അത് 15 തന്നെയാണ് വരിക. അപ്പൊ 140 പ്ലസ് 15 ചെയ്യാം. അപ്പൊ നമുക്ക് 155 കിട്ടും. അതായിരിക്കും നമ്മുടെ ഡി. അല്ലാണ്ട് ഇപ്പൊ ശരിക്കും നമ്മൾ ഡയമെൻഷൻ വൈസ് നോക്കുമ്പോൾ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ 170 ആണ് കിട്ടുക. ചാടി കയറി 170 കൊടുക്കരുത്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് തന്നെ എടുക്കണം. അപ്പം ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ 140 തന്നെ ഉണ്ട്, അത് നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏത് ഐറ്റത്തിന്റെ ആണോ നമ്മൾ ചെയ്യുന്നത് എസ്റ്റിമേഷൻ ചെയ്യുന്നത് അതിന്റെ ആ ഒരു കാണിച്ചിരിക്കുന്ന ആ വിഡ്ത്ത് ഉണ്ടല്ലോ, അതിന്റെ മീൻ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വിട്ടുപോരുത് കേട്ടോ. അപ്പൊ ഇപ്പുറത്തും 15 സെന്റിമീറ്റർ ഉണ്ട്, ഇപ്പുറത്തും 15 സെന്റിമീറ്റർ ഉണ്ട്. ടോട്ടൽ അപ്പൊ 30 ആണ് വരിക. അപ്പൊ അതിന്റെ മീൻ എന്ന് പറയുമ്പം 15 തന്നെയാണ്. അപ്പൊ 140 പ്ലസ് 15 ഈക്വൽ ടു 155. അതായിരിക്കും നമ്മുടെ ഡിന്റെ വാല്യൂ. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതാം. ഡി ഈക്വൽ ടു 100 പ്ലസ് 40 പ്ലസ് 15 ഈക്വൽ ടു 155. ഓക്കെ, അതാണ് ഡിന്റെ വാല്യൂ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. നമ്മൾ ഇവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് എന്തായിട്ടാണ്, ലെങ്ത് equal to mean circumference. ഓക്കെ, അങ്ങനെ എഴുതാം. അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ഡി 155 ആണ് കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാം. പൈ ഇൻറ്റു ഡി എന്ന് പറയുമ്പം
പൈ ഇൻറ്റു 155 സെന്റിമീറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ 1.55. ഓക്കെ. പിന്നെ അതിന്റെ ബ്രെഡ്ത്ത് നമുക്കറിയാലോ, നമ്മളിപ്പോ ഫിഗർ നോക്കി കണ്ടുപിടിച്ചതാണ്. ബ്രെഡ്ത്ത് 15 സെന്റിമീറ്റർ അല്ലേ, അപ്പൊ 0.15 മീറ്റേഴ്സ് വരും. ആൻഡ് ഇനി വേണ്ടത് ഹൈറ്റ് ആണ്. അപ്പൊ ഇതേ നമ്മുടെ ഫിഗർ എടുക്കാം. എന്താ ഇതിന്റെയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് അല്ലെ, സോക്ക് പിറ്റിന്റെ ഔട്ടർ സൈഡിലുള്ള ബ്രിക്ക് അഗ്രിഗേറ്റ്. അപ്പൊ ഇത് നോക്കിക്കേ, അതിന്റെ ഹൈറ്റ് ഇവിടെ നേരെ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, 250. ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് 250 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് എന്ത് ചെയ്താം, ഹൈറ്റ് അതിനകത്തേക്ക് എടുത്തെഴുതാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് 250 ആണ്. അപ്പോ ഹൈറ്റ് എന്ന് പറയുമ്പം 2.50 meters. Okay, and total quantity equal to 1.84 cubic meters. Okay, ഇനി അതേപോലെ നമുക്ക് ബോട്ടം പോർഷനിലെ ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബോട്ടം പോർഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ബോട്ടം പോർഷനിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ സൈഡിൽ മാത്രമല്ല കൊടുത്തേക്കുന്നത്. ബോട്ടം പോർഷൻ കംപ്ലീറ്റ് എന്ത് ചെയ്തേക്ക, ഈ ബ്രിക്ക് അഗ്രിഗേറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു പോർഷൻ, ഈ പോർഷൻ. അപ്പൊ നമ്മൾ അവിടുത്തെ ഏരിയ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഏരിയന്റെ ഇക്വേഷൻ അറിയാലോ, πd²/4 ആണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഡി നമുക്ക് നോക്കുമ്പോ തന്നെ കാണാമല്ലോ, നമ്മൾ ഈ സംഭവം കൊടുക്കുന്ന എവിടെയാ, ബ്രിക്ക് അഗ്രിഗേറ്റ് കൊടുത്തേക്കുന്നത് നമ്മൾ സോക്ക് പിറ്റിന് എടുത്തേക്കുന്ന എക്സ്കവേഷൻ ഉണ്ടല്ലോ, ഇതാ ഇവിടെയല്ലേ, ഇവിടെയാണ് ബ്രിക്ക് അഗ്രിഗേറ്റ് കൊടുത്തേക്കുന്നത്. സോക്ക് പിറ്റിന് എടുത്തേക്കുന്ന കറക്റ്റ് ഈ എക്സ്കവേഷന്റെ ഉള്ളില്. അപ്പം അതിന്റെ ഡയമീറ്റർ എത്രയാണ്, 100 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, അതിപ്പം എന്താ പറയാ, വേണേ ഇതിൽ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ശരിക്കും നമ്മുടെ എന്ത് ബ്രിക്ക് അഗ്രിഗേറ്റ്. അത് ശരിക്കും വന്നേക്കുന്നത് നമ്മുടെ സോക്ക് പിറ്റിന്റെ ആ എക്സ്കവേറ്റ് ചെയ്തേക്കുന്ന പോർഷൻ ഉണ്ടല്ലോ, അതിന്റെ താഴെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ സെക്ഷൻ നോക്കുമ്പോൾ കാണാം, അതിന്റെ താഴെ ഈ ഫുൾ ഏരിയയിലാണ് ആ 50 mm ബ്രിക്ക് അഗ്രിഗേറ്റ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പം എത്രയായിരിക്കും, 100 സെന്റിമീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ. ഓക്കെ, അപ്പോ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, d = 100. ഇനി എന്ത് ചെയ്താൽ മതി, നേരെ നമുക്ക് ഈ വാല്യൂലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. πd²/4 ആണ്. അപ്പൊ ഡിന്റെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്, 100 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഡിന്റെ വാല്യൂ 1 ആയിരിക്കും. 1² ആണ് വരിക. അപ്പം π × 1²/4. ഓക്കെ, പിന്നെ ഏരിയ ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്തില്ല, അതിന് ബ്രെഡ്ത്ത് ഇല്ല. പിന്നെ ഉള്ളത് അതിന് ഏതാണ്, ഹൈറ്റ് ഉണ്ട്. അപ്പൊ പിന്നെയും നമ്മൾ ഫിഗർ എടുത്ത് നോക്കാം. ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, 20 സെന്റിമീറ്റർ ആണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഹൈറ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹൈറ്റ് 0.2 meters. ഓക്കെ, സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു എത്ര വരും, 0.16 cubic meters. അത്രയായിരിക്കും അതിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ 50 mm സൈസ് ബ്രിക്ക് അഗ്രിഗേറ്റിന്റെ മൊത്തം ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടോട്ടൽ സം ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് 2 meter cube ആണ് കിട്ടുക. ഓക്കെ, 2 meter cube. അപ്പൊ ബ്രിക്ക് അഗ്രിഗേറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഫിഗർ നോക്കുമ്പോ കാണാം, ബ്രിക്ക് അഗ്രിഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്ത് ദേ കണ്ടോ എന്തുണ്ട്, 15 സെന്റിമീറ്റർ കോഴ്സ് സാൻഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അടുത്തത് എസ്റ്റിമേഷൻ അതാണ് എഴുതേണ്ടത്. കോഴ്സ് സാൻഡ് ഔട്ടർ സൈഡ് ഓഫ് സോക്ക് പിറ്റ്. ഓക്കെ, കോഴ്സ് സാൻഡ് ഔട്ടർ സൈഡ് ഓഫ് സോക്ക് പിറ്റ് ആണ്. അപ്പോ നമുക്ക് ഫിഗർ നോക്കുമ്പോ കാണാലോ, എന്താ ഇതാണ് കോഴ്സ് സാൻഡ്. പ്ലാനിലും അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, പ്ലാനില് ഈ സൈഡിൽ ഏറ്റവും ഔട്ടർ സർക്കിൾ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് 15 സെന്റിമീറ്റർ കോഴ്സ് സാൻഡ്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ, ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി,
ഇതിന്റെ ഈ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പൊ 15 സെന്റിമീറ്റർ കോസാൻഡിന്റെ ഇത് എടുക്കുമ്പോൾ പൈ ഇൻറ്റു ഡി എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അവിടുത്തെ ഡി ആണ് ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഡി ഇപ്പൊ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇന്നർ ഡയമെൻഷൻ 100 ആയിരുന്നില്ലേ, 100 പ്ലസ് അതിന്റെ തൊട്ടടുത്ത വാളിന്റെ 40 പ്ലസ് പിന്നെ അതിന്റെ അടുത്ത വാൾ എത്രയായിരുന്നു 30. വേണേ ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ നോക്കുമ്പോ കാണാലോ, ഇന്നർ വാള് 100 പ്ലസ് ഈ ഒരു വാളിന്റെ വിഡ്ത്ത് രണ്ട് സൈഡിലെയും 20 കൂട്ടിയിട്ട് 40 പ്ലസ് പിന്നെ വരുന്നത് നമ്മുടെ 50 സെന്റിമീറ്റർ ബ്രിക്ക് അഗ്രിഗേറ്റ്. അതിന്റെ ഒരു സൈഡിലെ വിഡ്ത്ത് 15 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡിലും 15 ഉണ്ടാവും. അപ്പൊ എന്തായി, ടോട്ടല് 30 പ്ലസ് ഇനി എന്ത് ചെയ്യണം, ലാസ്റ്റത്തെ കോസ് സാൻഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ വിഡ്ത്തിന്റെ മീൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിഡ്ത്ത് നോക്കുമ്പോൾ അറിയാം, അതും എന്തെന്നെയാണ് കറക്റ്റ് നമുക്ക് 15 സെന്റിമീറ്റർ തന്നെയാ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ സൈഡിലും 15 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ അതിന്റെ മീൻ എടുക്കുമ്പോൾ നമുക്ക് 15 സെന്റിമീറ്റർ തന്നെ കിട്ടും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 100 പ്ലസ് 40 പ്ലസ് 30 പ്ലസ് 15 ഈക്വൽ ടു 185 സെന്റിമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നമുക്ക് എൽ എന്ന് പറയുന്നത് നമ്മൾ മീൻ സർക്കംഫറൻസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഡി ഇവിടെ മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 185 ആണ്. അപ്പൊ നമുക്ക് 1.85 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ബ്രെഡ്ത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 സെന്റിമീറ്റർ അല്ലേ, അപ്പൊ 0.15 മീറ്റേഴ്സ്. പിന്നെ വേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റും ദേ ഫിഗർ നോക്കുമ്പോ കാണാം 250 ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ആദ്യം ഇങ്ങനെ ഈ വാൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 50 സെന്റിമീറ്റർ കോസ് അഗ്രിഗേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്, നമ്മുടെ കോസ് സാൻഡ് ഉണ്ട്. എല്ലാം കൊടുത്തേക്കുന്നത് 250 തന്നെയാണ് ഹൈറ്റ്. അപ്പോ ഹൈറ്റ് 250 അല്ലേ, അപ്പൊ 2.50 meters and quantity equal to 2.18 cubic meters. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് അപ്പം ഇത് ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പൈപ്പ് ഫിറ്റിംഗ്സ് അങ്ങനത്തെ സാധനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് അയൺ ഫുഡ് സ്റ്റെപ്സ് ഓഫ് 16 mm ഡയാ ബാർ എന്നാണ്. ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫിഗറിൽ തന്നെ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിഗർ എടുക്കുമ്പോ ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, എവിടെ പോയി, ഓക്കെ, അയൺ ഫുഡ് സ്റ്റെപ്സ് ആണ് അടുത്തത് നമ്മൾ ചെയ്യണേ. അത് ദാ ഇവിടെ കണ്ടോ കൊടുത്തിട്ടുണ്ട്, അയൺ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാനിൽ കാണാം. അതേപോലെ ഫിഗർ നോക്കുമ്പോ കാണാം ആ സ്റ്റെപ്സ് കാണിച്ചേക്കുന്നത്. ദാ 1 പിന്നെ ദാ 2 3 ആൻഡ് ഇവിടെ 4ാമത്തെ. അങ്ങനെ നമുക്ക് 4 അയൺ ഫുഡ്സ്, സോറി 4ാമത്തെ മാർക്ക് ചെയ്ത് മാറിപ്പോയി. ഇവിടെയാണ് 4ാമത്തെ ഉള്ളത്. അത് മറ്റേ 30 ഡയമെൻഷൻ ചെയ്തേക്കുന്നതിന്റെ വരയായിരുന്നു. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് ഈ സെപ്റ്റിക് ടാങ്കിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ കാണാലോ, ഇപ്പൊ കിണറിലേക്കൊക്കെ നോക്കുമ്പോ കാണാലോ, അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ടാവില്ലേ, ആ സംഭവമാണിത്. അപ്പോ എന്താ പറയാ, ഡിസ്ക്രിപ്ഷനിൽ എഴുതുക അയൺ ഫുഡ് സ്റ്റെപ്സ് ഓഫ് 16 mm ഡയാ ബാർസ്. അതിന്റെ നമ്പേഴ്സ് എത്രയാണ്, 4 നമ്പേഴ്സ് ആണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അപ്പൊ അത് ഡയറക്റ്റ് ഇങ്ങനെ 4 നമ്പേഴ്സ് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത്
100 mm dia SW pipe laying and joining with 1:3 cement mortar complete. അപ്പൊ ഈ 100 mm ഡയ SW പൈപ്പ് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്കിലും കൊടുത്തിട്ടുണ്ട്, സോക്ക് പിറ്റിലും ഉണ്ട്. അപ്പൊ ആദ്യം സെപ്റ്റിക് ടാങ്ക് എടുക്കുകയാണെങ്കിൽ ഇൻലെറ്റ് എൻഡ് ഫ്രം ലാട്രൈൻ ടു സെപ്റ്റിക് ടാങ്കും ദെൻ ഔട്ടർ എൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ടു സോക്ക് പിറ്റും ആണ്. ഈ 100 mm ഡയ SW പൈപ്പ് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻലെറ്റ് എൻഡ് ഫ്രം ലാട്രൈൻ ടു സെപ്റ്റിക് ടാങ്കും പിന്നെ അതിന്റെ ഔട്ടർ എൻഡ് എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് ടു സോക്ക് പിറ്റും ആണ്. അപ്പോ ഫിഗർ എടുത്ത് നോക്കുമ്പോ കാണാം, ബാക്കിയുള്ളൊക്കെ ഒന്ന് കളയട്ടെ കേട്ടോ. ഓക്കെ, ഇൻലെറ്റ് കാണിച്ചിട്ടില്ലേ ഇവിടെ, ഇതാ ഇൻലെറ്റ് 100 mm SW പൈപ്പ് 300 cm ലോങ്, ഇതാണ് ഇൻലെറ്റ്. ഇതാ ഇവിടെ എന്തുണ്ട്, അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ട്. അത് അതിന്റെ ഔട്ട്ലെറ്റ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് എന്തിലേക്കാണ്, സോക്ക് പിറ്റിലേക്കാണ്. ഓക്കെ, അപ്പോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതുക, ആദ്യം എഴുതേണ്ടത് ഇൻലെറ്റ് എൻഡ് ഫ്രം ലാട്രൈൻ ടു സെപ്റ്റിക് ടാങ്ക് ആണ്. ആദ്യം കാണിച്ചു തന്നില്ലേ അത്, ലാട്രൈനിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലേക്കുള്ള ആ ഇൻലെറ്റിന്റെ പൈപ്പ്, അതാണ് ആദ്യത്തേത്. അതിന്റെ നമ്പർ 1 ആണ്. ആൻഡ് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 meters ആണ്. അതിന്റെ ലെങ്ത് 3 meter ആണ് എന്നുള്ളത് ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇവിടെ 100 mm SW പൈപ്പ് 300 cm ലോങ് എന്ന് ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട്. അതാണ് അപ്പൊ ഇൻലെറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ലെങ്ത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. ഫൈനൽ ക്വാണ്ടിറ്റിയിലും എന്തെഴുതാം, 3 എന്ന് എഴുതാം. ഇനി അടുത്തത് ഫിഗർ നോക്കുമ്പോ കാണാം, ഈ ഇൻലെറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഔട്ട്ലെറ്റ് ആണ് പോകുന്നത്. ഔട്ട്ലെറ്റ് എങ്ങോട്ടാ കൊടുത്തേക്കുന്നത്, സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സോക്ക് പിറ്റിലേക്ക്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ എഴുതാ, ഔട്ടർ എൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ടു സോക്ക് പിറ്റ്. ഓക്കെ, അപ്പൊ ഔട്ടർ എൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്ക് അതിന്റെ ലെങ്ത് ആണ് ഇനി നമുക്ക് വേണ്ടത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ അത് 3.30 എന്നാണ് കാണിച്ചിരിക്കുന്നത്, അതിന്റെ ആ ലെങ്ത്. പക്ഷെ നമ്മൾ ഫിഗർ എടുക്കുമ്പം ആ ഒരു 3.30 ഇവിടെ എവിടെയും കാണുന്നില്ല, ഇവിടെ എവിടെയും ഡയമെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു, അതായത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് സോക്ക് പിറ്റിലേക്കുള്ള ആ ഒരു ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഡയമെൻഷൻ 300 എന്ന് കാണിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് ഡയമെൻഷൻ ചെയ്തതിന്റെ ആയിരിക്കണം, ചിലപ്പോ ഇവിടെ നിന്ന് ഇവിടെ വരെ ആയിരിക്കും 300 കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ, ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ആയിരിക്കാം 300. അങ്ങനെ ആവുമ്പം മൊത്തം ലെങ്ത് എന്ത് ചെയ്യാം, 300 പ്ലസ് നമുക്കറിയാലോ ഇവിടെ ഒരു ചെറിയ കട്ടിങ് പോലെ വരുന്നില്ലേ, ഈ വാളിന്റെ സൈസ് 20ഉം മറ്റേത് 30ഉം അല്ലേ. അപ്പം ഇത്രയും പോർഷനിൽ എന്തുണ്ട്, ഒരു 10 cm ഉണ്ട്. പിന്നെ ഈ 300 പ്ലസ് ഈ വാളിന്റെ 20 എന്ന് പറയുന്ന ആ ഒരു തിക്നെസ്, അങ്ങനെ മൊത്തം 330 വരും. അങ്ങനെ ആയിരിക്കാം 330 വരുന്നത്. അത് ഷുവർ ഇല്ല, കാരണം ഇവിടെ എവിടെയും അത് അങ്ങനെ ഒരു ഡയമെൻഷനിങ് കൊടുത്തിട്ടില്ല. അപ്പോ ഞാൻ അത് ഒന്നുകൂടി നോക്കിയിട്ട് എന്താ പറയാ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, ലെങ്ത് നമുക്ക് 3.30 meters എന്ന് കൊടുക്കാം. അത് തന്നെ ഇവിടെ 3.30 meter. ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി ഈക്വൽ ടു 6.30 meter. നമ്മൾ പൈപ്പിന്റെ ലെങ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മളോട് അടുത്തത് പറഞ്ഞേക്കുന്നത്, ഇപ്പൊ 100 mm ഡയ SW പൈപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തതെന്ന് പറയുന്നത് SWT ആണ്. 100 mm ഡയ തന്നെ വിത്ത് 1 ലെഗ് ഓഫ് 40 cm. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഈ പൈപ്പ് T പൈപ്പ് എന്ന് പറയുന്നത്, ഇതാ നമ്മുടെ ഫിഗർ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതാണ് കണ്ടോ, 40 cm ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്.
അപ്പൊ അതിന്റെയാണ് ഇനി നമ്മൾ ചെയ്യണേ. SWT 100 mm ഡയ വിത്ത് 1 ലെഗ് ഓഫ് 40 cm. അതിന്റെ നമ്പേഴ്സ് 1 ആണ്. ഓക്കെ, അതിന്റെ നമ്പർ മാത്രം എടുത്താൽ മതി, കാരണം നമുക്ക് അതിന്റെ ലെങ്ത് ഒന്നും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ നമ്പർ മാത്രം എടുക്കുക. ഇനി അടുത്തത് നമുക്ക് ഫിഗർ നോക്കിയാൽ കാണുന്നത് SW ബെൻഡ് 100 mm ഡയ ആണ്. ഓക്കെ, SW ബെൻഡ് 100 mm ഡയ, അതിന്റെ നമ്പർ 1 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് 50 cm ഡയ CI വെന്റിലേറ്റിംഗ് പൈപ്പാണ്. ഓക്കെ, അത് ഇതാണ് കേട്ടോ. കണ്ടോ, 50 cm ഡയ CI വെന്റിലേറ്റിംഗ് പൈപ്പ് 2 mm ഹൈ. ഈ സംഭവമാണ് ഇങ്ങനെ, ഈ സംഭവം ഇതാണ് നമ്മുടെ 50 mm ഡയ CI വെന്റിലേറ്റിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. അപ്പോ അത് ഇവിടേക്ക് എഴുതാം. 50 mm ഡയ CI വെന്റിലേറ്റിംഗ് പൈപ്പ്. നമ്പർ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ, ഒരെണ്ണേ ഉള്ളൂ. ആൻഡ് അതിന്റെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ്, 2 meters ആണ് അതിന്റെ ഹൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് 50 mm ഡയ CI കൗൾ അറ്റ് ടോപ്പ് ഓഫ് വെന്റിലേറ്റിംഗ് പൈപ്പാണ്. ഇതേ നോക്കുമ്പോ നമ്മൾ ഇങ്ങനെ വെന്റിലേറ്റിംഗ് പൈപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കില്ല, അതിനാണ് നമ്മൾ കൗൾ എന്ന് പറയുന്നത്. അതും എത്ര എണ്ണേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ അതിന്റെ നമ്പർ 1, അതിന്റെ നമ്പർ 1. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 1 നമ്പർ എന്ന് കൊടുക്കാം. സോറി, ഞാൻ നമ്പർ ഇടാൻ മറന്നുപോയി. നമ്പർ ഇടണം കേട്ടോ, കാരണം അതല്ലേ അതിന്റെ യൂണിറ്റ്. അപ്പോ നമ്പർ എന്നിടണം, യൂണിറ്റ് ഇടാൻ വിട്ടുപോകരുത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ അവസാനം കൊടുത്തേക്കുന്ന ഈ പൈപ്പുകൾ ഉണ്ടല്ലോ, അത് കറക്റ്റ് നമ്പേഴ്സ് ആണ്. നമ്മൾക്ക് ഫിഗർ നോക്കി വേണമെങ്കിൽ നമ്പർ എടുക്കാം. പിന്നെ ഇതിന്റെ ഈ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫിഗറിൽ ഇങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നിങ്ങൾ ഇൻലെറ്റ് കണ്ടല്ലോ, 300 centimeters എന്ന് അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 50 mm ഡയ വെന്റിലേറ്റിംഗ് പൈപ്പ് ആണെങ്കിലും അതിന്റെ ഹൈറ്റ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി ഇതേ ഈ ബെൻഡ് ഞാൻ കാണിച്ചു തന്നില്ല അല്ലെ. SW ബെൻഡ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയോ ഡയമെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് 100 mm ഡയ SW പൈപ്പാണ്, ഇവിടെ എവിടെയോ ഉണ്ട്. ഓക്കെ, അപ്പം ഡയമെൻഷൻ തന്നിരിക്കുന്ന സാധനം എടുത്തിട്ട് അതിന്റെ ലെങ്തോ ഹൈറ്റോ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എസ്റ്റിമേഷനിലേക്ക് മാറ്റി എഴുതാം. അല്ലാന്നുള്ളെങ്കിൽ അതിന്റെ കൗണ്ട്, പൈപ്പിന്റെ നമ്പർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും ഈ 16 സ്റ്റെപ്പാണ് സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്പിറ്റിന്റെ എസ്റ്റിമേഷനിൽ വരുന്നത്. അതിൽ അവസാനത്തെ 5-6 എന്ന് പറഞ്ഞ പൈപ്സ് ആണ്, അതിന്റെ നമ്പേഴ്സ് ആണ്. അപ്പൊ അതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ബാക്കിയൊക്കെ ഉള്ളത് മുന്നത്തെ സ്റ്റെപ്പുകളിലാണ്. അപ്പൊ അത് ഒന്നുകൂടി ഒന്ന് കണ്ടു നോക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല, ഫിഗർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഈ ഡി ഉണ്ടല്ലോ, ഈ സോക്ക് പിച്ച് വരുമ്പോ സർക്കുലർ ഷേപ്പ് വരുമ്പോ ഡി ഡയമീറ്റർ ആണ്, അത് ഓർക്കുക. സെപ്റ്റിക് ടാങ്കിന്റെ ആകുമ്പോൾ നമ്മള് ഹൈറ്റ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഡി പെട്ടെന്ന് ഓർക്കാണ്ട് ഡെപ്ത് ആണെന്നൊന്നും വിചാരിക്കരുത്, ഡയമീറ്റർ ആണ്. ആ ഡയമീറ്റർ എടുക്കുന്നതും നമ്മൾ പറഞ്ഞല്ലോ ഏതാണോ നമ്മൾ ചെയ്യണേ അതിന്റെ മീൻ വിഡ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മൊത്തം എസ്റ്റിമേഷൻ ഒന്നും കൂടി നോക്കുക. ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ.